കേരളീയ സമൂഹത്തിനാകെ പ്രത്യേകിച്ച് അഭിഭാഷക സമൂഹത്തിന് അങ്ങേയറ്റം അപമാനം വരുത്തി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ആളുകൾ നോക്കി നിൽക്കെ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിൽ ഉള്ള അക്രമമാണ് ജൂനിയർ അഭിഭാഷകയുടെ നേരെ നടന്നിട്ടുള്ളത്. ഈ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള അഭിഭാഷകൻ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് കടക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്നലെ ആ ജൂനിയർ അഭിഭാഷകർക്ക് മാരകമായിട്ടുള്ള രൂപത്തിലുള്ള പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവർക്ക് 7 മാസം പ്രായമായുള്ള ഒരു കുഞ്ഞുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ നിന്ന് തൽക്കാലം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് വീണ്ടും ആശുപത്രിയിൽ പോകുന്നുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു അധീശത്വ മനോഭാവം കേരളീയ സമൂഹത്തിൽ ആളുകളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ജൂനിയർ ആയിട്ടുള്ളത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുമായിരുന്നില്ല. തൻ്റെ ജൂനിയറാണ് എന്നുള്ളതുകൊണ്ട്, ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ അധീശത്വ മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിലുള്ള അക്രമം കാട്ടിയിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി തന്നെ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഓഫീസിലുള്ള മറ്റു ജൂനിയർമാരെയും ഇതേ രൂപത്തിൽ ആക്രമിക്കുന്ന പതിവുണ്ടായിട്ടുണ്ട്. പലരും ഓഫീസ് വിട്ടുപോയിട്ടുണ്ട് എന്നാണ്. ശാരീരികമായിട്ട് ആക്രമിക്കുക മാത്രമല്ല, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന വിധത്തിൽ അങ്ങേയറ്റം വൃത്തികെട്ട രൂപത്തിലുള്ള ഭാഷാ പ്രയോഗം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീത്വത്തിനെ അപമാനിച്ചതിൻ്റെ ഭാഗമായിട്ടും തൊഴിലിടത്തിൽ വെച്ച് സ്ത്രീക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള കയ്യേറ്റം എന്നുള്ള രൂപത്തിലും അതുപോലെ തന്നെ കായികമായിട്ടുള്ള രൂപത്തിലുള്ള അക്രമം നടത്തിയതിനും അശ്ലീലമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനുമൊക്കെ ആവശ്യമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ഈ അഭിഭാഷകനെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. പോലീസ് ജാഗ്രത കാട്ടണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് ഞാൻ ആ കുട്ടിയെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വീട്ടിൽ അവർക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടതിന് ശേഷം പോയി കാണുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമം തുടർച്ചയായിട്ട് ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച്, അഭിഭാഷകർ ജൂനിയർ അഭിഭാഷകരോട് ഇത്തരത്തിൽ പെരുമാറുന്ന രീതിയുണ്ടോ എന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. യഥാർത്ഥത്തിൽ ജൂനിയർ എന്ന് പദപ്രയോഗം നടത്തുന്നുണ്ടെങ്കിലും തൻ്റെ സഹപ്രവർത്തക എന്നുള്ള നിലക്കാണ് അഭിഭാഷകർ കാണേണ്ടതായിട്ടുള്ളത്. സീനിയർ ജൂനിയർ എന്നൊന്നും തന്നെ അഭിഭാഷക വൃത്തിയിൽ ശരിക്ക് പറയേണ്ടതില്ല. തൻ്റെ ഓഫീസിൽ തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയായിട്ട് കാണുന്നതിന് പകരം തൻ്റെ കീഴിൽ എന്ത് തരത്തിലുള്ള വൃത്തികേടും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കാം.